കൊച്ചിയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നിരുന്നു. അതിൽ കളക്ടർ പറഞ്ഞു ഗാർഹിക ഉപഭോക്താക്കൾ പേടിക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും ബുക്കിംഗ് സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട്. ആർക്കും ബുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. അവർ ഏജൻസിയിലേക്ക് നേരിട്ട് പോകുന്നു. പലരും അങ്ങനെ ഏജൻസിയിലേക്ക് പോകുമ്പോൾ അവിടെയും ഒരു പ്രശ്നം അതുകൊണ്ട് ഉണ്ടാവുകയാണ്. കൊച്ചിയിലെ സ്ഥിതി എന്താണ് നിലവിൽ? ഈ കമ്പനികൾ, കാരണം പല വാതക കമ്പനികളൊക്കെ തന്നെ നിൽക്കുന്ന സ്ഥലമാണ്. അവർ കൂടി ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നുവല്ലോ. അവർക്ക് എന്താണ് അറിയിക്കാനുള്ള, ഒരു ഉറപ്പ് നൽകാനുള്ളത് എന്താണ്? പ്രജീഷ്, വീടുകളിൽ അത്രമാത്രം പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ കൊച്ചിയിൽ തന്നെ ആളുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഗ്യാസ് എത്താനുള്ള ആ ഒരു ഡിലേ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എത്തിപ്പെടാനുള്ള ഒരു ഡിലേ, അത് മാത്രമാണുള്ളതെന്നാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഹോട്ടൽ മേഖലയിലുള്ള ആളുകളാണ്. ഹോട്ടൽ, കാറ്ററിംഗ് സർവീസ്, തട്ടുകടകൾ, ഹോസ്റ്റലുകൾ, അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കലൂരിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണുള്ളത്. നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിപ്പോൾ വിറകിന് വേണ്ടി എല്ലാവരും ഓടി നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ബദൽ മാർഗം ഒരുക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന അവസ്ഥയാണെന്നാണ് പറഞ്ഞത്. ഹോട്ടലിലെ ഉടമകളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങൾ തുറന്നിട്ടുണ്ട്, കുറേ ഹോട്ടലുകൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യുന്നത്? ഇത് ഏകദേശം ഒരു 3-4 ഡേയ്സാണ് നമ്മുടെ പ്രശ്നം. അന്ന് മുതൽ നമ്മൾ ഗ്യാസിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് കൊണ്ടുവന്നു. ഇൻഡക്ഷൻ കുക്കറും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ള ഡിഷസ് എല്ലാം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലൂടെ ചെയ്തു വന്നു. രണ്ടാമത് ഗ്യാസിൻ്റെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നൊരു ഈവനിങ് ഒരു 5 o'clock കൂടി നമ്മുടെ ഗ്യാസ് സ്റ്റോക്ക് കഴിയും. ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഒരു വളരെ കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ഏജൻസിയിലേക്ക് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല, ഗ്യാസൊന്നുമില്ല. ഇനിയിപ്പോൾ പഴയ നമ്മുടെ പരമ്പരാഗത വിറകടുപ്പിലേക്ക് മാറാനുള്ള ഒരു ഇതാണ്. അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം വിറക് കിട്ടാനില്ല. ഇത്രയും രാവിലെ മുതലേ വിറകിന് വേണ്ടി ഓടുകയാണ്. കാരണം നാളെ എങ്ങനെയും കട തുറക്കണം. 10-20 സ്റ്റാഫുണ്ട്. പക്ഷേ വിറകും കിട്ടാനില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിറകിൻ്റെ വിലയൊക്കെ എങ്ങനെയാണ്? വിറകിൻ്റെ വില കിട്ടാനില്ല. 18 to 25 ഒക്കെയാണ് പെർ കിലോഗ്രാം പറയുന്നത്. ഓക്കെ, പക്ഷേ അതുപോലും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ പഴയ ഫ്ലാറ്റുകളും പുതിയ ഫ്ലാറ്റുകളൊക്കെ പണിയുന്ന സ്ഥലങ്ങളിൽ കൂടെ എടുക്കാം. കാരണം അവിടെയൊക്കെ പഴയ ഉപയോഗിച്ച് തീർന്ന ഉപയോഗശൂന്യമായ വിറകുകളും മറ്റുള്ള കാര്യങ്ങളും പലകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്യാസിന് പകരം ഗ്യാസ് തന്നെ വേണം എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഐറ്റംസ് ഒക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഒരു തീരുമാനമായി? ഞങ്ങളിൽ മെനു ഒക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മളൊരു 10-20 ഐറ്റംസ് ഒക്കെ കൊടുത്തിരുന്നത് ഇപ്പോൾ ഓൺലി ഒരു ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ് അതിലേക്കൊക്കെ അങ്ങ് ഒതുക്കിയേക്കാണ്. പിന്നെ എന്താണോ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയത് ആ രീതിയിലേക്കുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത് 2 മണിക്കൂർ കത്തിച്ച് ആ ഒരു രീതിയിൽ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ ഗ്യാസ് ലിമിറ്റ് ആയതിനനുസരിച്ച് നമ്മളുടെ മെനു എല്ലാം ലിമിറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടെയാണല്ലേ കടന്നു പോകുന്നത്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ തുടങ്ങിയ ഒരു ഹോട്ടലും കൂടിയാണ്. അതെ, തീർച്ചയായും. ഇപ്പം നമ്മൾ ഇന്ന് വരെയും ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പം ഇന്ന് വരെ നമ്മൾ ഫുൾ ഫ്ലഡ്ജായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ വിറക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കണത്. എന്തായാലും ക്ലോസ് ചെയ്യില്ലെന്ന് തന്നെയാണ് വിചാരിക്കണേ. ശാലിനീസ് കിച്ചൺ എന്നാണല്ലോ ഹോട്ടലിന് പേര്. ഭൂരിഭാഗവും സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികളാണ്. അപ്പോൾ ഒരു തൊഴിലില്ലാതെ വരുമ്പോൾ സാരമായ രീതിയിൽ അവരെ ബാധിക്കും. അതിപ്പോൾ കുറേ മലയാളികളായ സ്ത്രീകളും ഉണ്ട്, ഹിന്ദിക്കാരും ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ജോലി ഇല്ലെങ്കിൽ ഇവരെല്ലാം നാട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ഇവർ വേറെ ജോലി തേടി പോകും. അപ്പോൾ നമ്മൾക്കും പിന്നീടായാലും പെട്ടെന്ന് കട അടച്ചിട്ട് തുറക്കാനായാലും ഭയങ്കര രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിപ്പോൾ ഒരു സ്റ്റാഫ് 2 സ്റ്റാഫിന് വെച്ച് എന്തായാലും ഹോട്ടൽ നമുക്ക് റൺ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പരമാവധി എന്നും തുറക്കണം എന്നുള്ളത്. ഇനി ഇതുവരെ ഞങ്ങളുടെ പോകുന്നിടത്തോളം പോകണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 25 സ്റ്റാഫുകളുണ്ട്. അതിൽ ഏകദേശം 17 പേരോളം നമ്മുടെ മലയാളി ചേച്ചിമാരും ആൾക്കാരും കൂടി തന്നെയാണ്. അപ്പോൾ അവരുടെ വീടുകളിൽ ബുദ്ധിമുട്ട്, കാരണം അവർക്ക് ഓൾറെഡി പറഞ്ഞ മക്കളെ അടയ്ക്കരുത്, ഞങ്ങൾക്ക് എങ്ങനെയും ജീവിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കും എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഇതിൽ ശരിക്കും ഇടപെടണം. കാരണം ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ്, കാരണം ഒരുപാട് കടകൾ ഈ സൈഡിൽ തന്നെ കടകൾ ഒരുപാട് പേര് അടച്ചു കഴിഞ്ഞു. അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും 1-2 ഗ്യാസിൽ നിന്നാൽ നമുക്ക് അത്യാവശ്യം പിടിച്ച് നിന്ന് പോകാൻ പറ്റും. അത്രയും നിന്ന്, കാരണം ഒരുപാട് കടക്കാർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്. പലരും ലോണും മറ്റുള്ള കാര്യങ്ങളും എടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ. 4 മാസം കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയാണ് ഈ ബിസിനസ്സൊക്കെ. ശരി, സ്നേഹ പറഞ്ഞതുപോലെ വിവരിച്ചതുപോലെ കൊച്ചിയിലൊക്കെയുള്ള സ്ഥിതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ്, വ്യവസായ കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലായിടവും വ്യാപിക്കുകയാണ്. അപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരികയാണ്. വിൽക്കുന്ന സാധനങ്ങൾ അപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തി വരുന്ന ആളുകൾ അവിടെ കുറച്ചെങ്കിലും ഗ്യാസ് ബാക്കിയുള്ള ഇടങ്ങളാണ്. ഒന്നുമില്ലാത്ത ഇടങ്ങളൊക്കെ തന്നെ താഴെ വീണു, അടച്ചുപൂട്ടി.